ഒരിടത്ത് ദൂരദേശത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു കർഷകൻ ജീവിച്ചിരുന്നു. രാമുവിന് കഠിനാധ്വാനം ചെയ്യാൻ യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. അതിരാവിലെ വയലിൽ പോയി വൈകുവോളം അവൻ അധ്വാനിക്കും. എന്നിട്ടും രാമുവിന്റെ വയലിൽ അവൻ വിതച്ചതൊന്നും കാര്യമായ വിളവ് നൽകിയില്ല. അതുകൊണ്ട് അവൻ എന്നും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമായിരുന്നു. രാമുവിന്റെ അയൽക്കാരനായ സോമു ആകട്ടെ ഒരു മടിയനായിരുന്നു. വയലിൽ അധികം പണിയെടുക്കാത്ത സോമുവിന് പക്ഷേ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. ഇത് രാമുവിനെ വല്ലാതെ അലട്ടി. തന്റെ കഠിനാധ്വാനത്തിന് ഫലമില്ലാത്തതും അയൽക്കാരന്റെ സമ്പത്തും അവനെ ആശയക്കുഴപ്പത്തിലാക്കി. എന്തായിരുന്നു സോമുവിന്റെ ഈ സമ്പത്തിന്റെ പിന്നിലെ രഹസ്യം എന്ന് രാമുവിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഒരു ദിവസം രാമു പതിവ് പോലെ തന്റെ വയലിൽ വിഷമിച്ചിരിക്കുമ്പോൾ തലമുടി നീണ്ട് താടിയുള്ള ഒരു സന്യാസി അതുവഴി വന്നു. സന്യാസി രാമുവിന്റെ മുഖത്തെ ദുഃഖം ശ്രദ്ധിച്ചു. "എന്താണ് നിന്റെ പ്രശ്നം എന്റെ മകനെ?" സന്യാസി ദയോടെ ചോദിച്ചു. രാമു തന്റെ അവസ്ഥ സന്യാസിയോട് വിശദീകരിച്ചു. "അല്ലയോ മഹാനുഭാവ, ഞാൻ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും എന്റെ വയലിൽ നല്ല വിളവ് ലഭിക്കുന്നില്ല. എന്നാൽ എന്റെ അയൽക്കാരൻ സോമു ആണെങ്കിൽ മടിയനാണ്, പക്ഷെ അവൻ വലിയ സമ്പന്നനാണ്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ ദുരവസ്ഥ?" രാമു തന്റെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞു. സന്യാസി രാമുവിന്റെ വാക്കുകൾ ക്ഷമയോടെ കേട്ടു. എന്നിട്ട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, "ഓരോ വ്യക്തിയുടെയും യഥാർത്ഥ സമ്പത്ത് അവനവന്റെ ചിന്തകളിലും പ്രവൃത്തികളിലുമാണ്. നിന്റെ വയലിൽ ഒരുപാട് കല്ലുകളും ഉപയോഗമില്ലാത്ത കളകളുമുണ്ട്. നീ അവ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നില്ല, പകരം അവയെക്കുറിച്ച് പരാതിപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്." സന്യാസിയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാമു ഒന്ന് നിർത്തുകയും ആലോചിക്കുകയും ചെയ്തു. അത് സത്യമായിരുന്നു. വയലിലെ വലിയ കല്ലുകളും കളകളും നീക്കം ചെയ്യുന്നത് ഒരുപാട് അധ്വാനമുള്ള കാര്യമായി അവൻ കരുതിയിരുന്നു. അതുകൊണ്ട് അവൻ എപ്പോഴും അത് ഒഴിവാക്കിയിരുന്നു. ഇതൊക്കെ എങ്ങനെ വൃത്തിയാക്കും എന്ന ചിന്തയിൽ അവൻ മടിച്ചു മാറി നിന്നു. സന്യാസി തുടർന്നു, "നിന്റെ വയലിൽ മാത്രമല്ല, നിന്റെ മനസ്സിലും കളകളുണ്ട്. നിരാശ, അസൂയ, മടി തുടങ്ങിയ പ്രതികൂല ചിന്തകൾ നിന്റെ മനസ്സിനെ മൂടുന്നു. ആദ്യം നീ ആ കളകളെ നിന്റെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യൂ. നിന്റെ കഴിവിൽ വിശ്വസിക്കൂ. ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യൂ. തീർച്ചയായും നിനക്ക് വിജയമുണ്ടാകും. നിന്റെ ഉള്ളിലെ ശക്തിയെ വിശ്വസിക്കുക." സന്യാസിയുടെ ഈ വാക്കുകൾ രാമുവിന് ഒരു പുതിയ വെളിച്ചം നൽകി. അവന്റെ മനസ്സിൽ പുതിയൊരു ഊർജം നിറഞ്ഞു. താൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണെന്ന് അവന് മനസ്സിലായി. അവൻ അന്നുതന്നെ തന്റെ വയലിലെ കല്ലുകളും കളകളും നീക്കം ചെയ്യാൻ തുടങ്ങി. വലിയ കല്ലുകൾ ഓരോന്നായി പറിച്ചുമാറ്റി. കളകളെ വേരോടെ പിഴുതെറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. രാമു രാവും പകലും വയലിൽ അക്ഷീണം പണിയെടുത്തു. അവന്റെ വയൽ പതിയെ വൃത്തിയായി. മണ്ണ് ഫലഭൂയിഷ്ഠമായി മാറി. രാമുവിന്റെ മുഖത്ത് പുതിയൊരു ആത്മവിശ്വാസം പ്രകടമായി. അടുത്ത കൃഷി സീസൺ വന്നപ്പോൾ രാമു വിത്തുകൾ വിതച്ചു. മുൻപത്തേക്കാൾ ശ്രദ്ധയോടെ അവൻ വയലിനെ പരിപാലിച്ചു. രാമുവിന്റെ അധ്വാനത്തിന്റെ ഫലമായി അത് സമൃദ്ധമായി വളർന്നു. അവന്റെ വിളവ് മുമ്പെങ്ങുമില്ലാത്ത വിധം മികച്ചതായിരുന്നു. പാടം നിറയെ ധാന്യങ്ങളാൽ നിറഞ്ഞു നിന്നു. ഗ്രാമത്തിലെ എല്ലാവരും രാമുവിന്റെ വിജയം കണ്ട് അത്ഭുതപ്പെട്ടു. അവന്റെ അധ്വാനത്തെയും മാറ്റത്തെയും അവർ പ്രശംസിച്ചു. അത്യാഗ്രഹിയായ സോമുവും രാമുവിന്റെ ഈ വലിയ വിജയം കണ്ടു. അവന് ആശ്ചര്യമായി. താൻ മടിയനായിരുന്നിട്ടും സമ്പത്തുണ്ടായിരുന്നത് ഭാഗ്യം കൊണ്ടാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ രാമുവിന്റെ വിജയം അവനെ ചിന്തിപ്പിച്ചു. അവൻ രാമുവിനോട് രഹസ്യം ചോദിച്ചു. രാമു സന്യാസിയുടെ കഥയും കഠിനാധ്വാനത്തിന്റെ പ്രാധാന്യവും മനസ്സിലെ കളകളെ നീക്കം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അവനോട് വിശദീകരിച്ചു. രാമുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ സോമുവിന് തന്റെ തെറ്റുകൾ മനസ്സിലായി. അവന്റെ മടിയും തെറ്റായ ചിന്താഗതിയുമാണ് യഥാർത്ഥത്തിൽ അവനെ പിന്നോട്ടു വലിച്ചതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ കഥയുടെ ഏറ്റവും വലിയ ഗുണപാഠം എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയുമാണെന്നതാണ്. നമ്മുടെ മനസ്സിലെ നിഷേധാത്മകമായ ചിന്തകളെയും മടിയെയും നമ്മൾ നീക്കം ചെയ്താൽ
നമുക്ക് തീർച്ചയായും ഏത് മേഖലയിലും വിജയിക്കാൻ കഴിയും. നമ്മുടെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായി പ്രയത്നിച്ചാൽ ഏതൊരാൾക്കും ഉന്നതിയിലെത്താം.